ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. മനഃശാസ്ത്ര മേഖലയിലുള്ള ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരം സംശയങ്ങളും അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കേൾക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ സൈക്കോളജിസ്റ്റായി പ്രാക്ടീസ് ചെയ്യാനുള്ള യോഗ്യത എന്താണ് എന്ന്. ഇന്ത്യയിൽ സൈക്കോളജിസ്റ്റായി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് PG റെഗുലറായിട്ട് ചെയ്താൽ മതി. അതായത് മാസ്റ്റർ, അത് MA ആവട്ടെ MSc ആവട്ടെ, മാസ്റ്റർ ബിരുദം റെഗുലറായിട്ട് ചെയ്താൽ മതി. ഇത് എൻ്റെ അഭിപ്രായമല്ല. 2017 മെൻ്റൽ ഹെൽത്ത് അലൈഡ് ബില്ല് പറയുന്നതാണ്. ആ ബില്ല് ഇപ്പോൾ ആക്ട് ആവുകയും അതിൽ സൈക്കോളജിസ്റ്റുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരികയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാവാനുള്ള സാധ്യതയും ഉണ്ട്. നിലവിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത് PG റെഗുലറായിട്ട് കഴിയുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, സൈക്കോളജിസ്റ്റായി പ്രാക്ടീസ് ചെയ്യാൻ RCI ലൈസൻസ് ആവശ്യമാണോ? സൈക്കോളജിസ്റ്റായി പ്രാക്ടീസ് ചെയ്യാൻ RCI ലൈസൻസ് ആവശ്യമില്ല. സൈക്കോളജിസ്റ്റായി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് PG റെഗുലറായിട്ട് കഴിഞ്ഞാൽ മതി. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് തന്നെ PG ആണ് മിക്ക സ്ഥലത്തും ബേസിക് ക്വാളിഫിക്കേഷൻ. മാത്രവുമല്ല, നിങ്ങൾക്കറിയാലോ, വിദേശത്തൊന്നും മറ്റു രാജ്യങ്ങളൊന്നും RCI എന്നുള്ള ഒരു ബോഡി തന്നെ ഇല്ല. ഇനി മൂന്നാമത്തെ ചോദ്യം, പിന്നെ RCI എന്താവശ്യത്തിനുള്ളതാണ്? RCI എന്നുള്ളൊരു മേഖലയുണ്ട്, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ. അത് പ്രവർത്തിക്കുന്നത് ഡിസബിലിറ്റി മേഖലയിലാണ്. നിങ്ങൾ അവിടെ സൈറ്റിൽ പോയാൽ മതി. ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ്ഥാനം ഗവൺമെൻറ് തുടങ്ങിയിട്ടുള്ളത്. അത്തരം മേഖലകൾക്ക് വേണ്ടി മാത്രമേ RCI ആവശ്യമുള്ളൂ. സൈക്കോളജിസ്റ്റുകൾ അതിൽ പെടുന്നവരല്ല. സൈക്കോളജിസ്റ്റുകൾക്ക് അതുകൊണ്ട് തന്നെ ഒരിക്കലും RCIയുടെ ലൈസൻസ് ആവശ്യമില്ല. അടുത്ത ചോദ്യം, പിന്നെ RCI എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ്? RCIൻ്റെ ആവശ്യം എന്താണെന്നുള്ളതാണ്. RCI ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, RCI റീഹാബിലിറ്റേഷൻ മേഖലയിൽ വർക്ക് ചെയ്യണമെങ്കിൽ RCI വേണം. പല പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, നമ്മൾ മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് മുന്നേ പറയുന്ന, ഇപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾ എന്ന് പറയുന്ന കുട്ടികളെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതും അവരെ പുനരധിവസിപ്പിക്കുന്നതൊക്കെ ആരാണ്? RCI മേഖലയുള്ളവരാണ്. അങ്ങനെയുള്ളവർക്ക് RCI ലൈസൻസ് ആവശ്യമാണ്. RCIയുടെ കീഴിൽ ആരൊക്കെ പെടും? ഒരുപാട് മേഖലയുണ്ട്. ഞാൻ 2-3 പറയാം. ഒന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ, സൈക്കാട്രിസ്റ്റുകൾ, അതേപോലെ തന്നെ റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് ഒക്കെ ഇതിൻ്റെ അണ്ടറിൽ പെടും. ഒരിക്കലും സൈക്കോളജിസ്റ്റുകൾ അതിൽ പെടില്ല. അപ്പോൾ അടുത്ത ചോദ്യം, ഡയഗ്നോസ് ചെയ്യാൻ RCI ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മാത്രമേ സാധിക്കൂ. പ്രത്യേകിച്ച് സൈക്കോളജി മേഖലയിലെ രോഗങ്ങൾ, അതേപോലെ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പല ആൾക്കാർക്കും സംശയമുണ്ട്. RCI കഴിഞ്ഞവർക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. അങ്ങനെ ആരും പറയുന്നില്ല. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, RCIക്ക് സൈക്കോളജിസ്റ്റുകളെ നിയന്ത്രിക്കാനുള്ള ഒരു അവകാശവും ഇല്ല. കാരണം അവരുടെ അധീനതയിൽപ്പെട്ടതല്ല സൈക്കോളജിസ്റ്റുകൾ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, RCI പ്രവർത്തിക്കുന്നത് ഡിഫറൻ്റ് ലേബിളായ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവർക്ക് സൈക്കോളജിസ്റ്റുകൾ ആവശ്യമാണ്. അങ്ങനെ അവർ ഹയർ ചെയ്ത, അവർ വാങ്ങിച്ച സൈക്കോളജിസ്റ്റുകളാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ. അതിലൊരു രസമുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളായ എല്ലാവർക്കും RCI ലൈസൻസ് ആവശ്യമൊന്നുമില്ല. അവർക്ക് വേണമെങ്കിൽ എടുക്കാം. അവർ പ്രൈവറ്റായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ RCI ലൈസൻസ് ആവശ്യം നിർബന്ധമൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. RCIക്ക് ഒരിക്കലും സൈക്കോളജിസ്റ്റുകൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ അവരെ മേഖലയിലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഡിസബിലിറ്റിയിലുള്ള കാര്യങ്ങൾ അവർക്ക് നിയന്ത്രിക്കാനും അതിനെതിരെ എന്ത് വന്നു കഴിഞ്ഞാലും അതിനെതിരെ കേസ് എടുക്കാനും തക്കതായ നടപടികൾ നടത്താനും അവർക്ക് അവകാശമുണ്ട്. അല്ലാതെ സൈക്കോളജിസ്റ്റുകളെ നിയന്ത്രിക്കാനുള്ള ഒരു അവകാശവും നിലവിൽ RCIക്ക് ഇല്ല. അടുത്ത ചോദ്യം, സൈക്കോളജിസ്റ്റിന് എന്തെങ്കിലും ബോഡി ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൈക്കോളജിസ്റ്റിന് പുതിയൊരു ബോഡി വരാൻ പോവാണ്. മെൻ്റൽ ഹെൽത്ത് അലൈഡ് ബില്ലിൻ്റെ പ്രകാരം പുതിയ ബോഡി വരാൻ പോവാണ്. ഇതുവരെ ഇല്ല, ഇനി ഉടൻ തന്നെ അത് വരുമെന്ന് പ്രത്യാശിക്കുന്നു. സൈക്കോളജിസ്റ്റുകൾക്ക് RCIയും ആവശ്യമില്ല, RCIക്ക് സൈക്കോളജിസ്റ്റുകളെയും ആവശ്യമില്ല. സ്വതന്ത്ര ബോഡിയാണ്. അതുകൊണ്ട് തന്നെ RCI എന്തു പറയുന്നോ അതൊന്നും കേൾക്കേണ്ട ഉത്തരവാദിത്വം സൈക്കോളജിസ്റ്റുകൾക്ക് ഇല്ല. മാത്രവുമല്ല, സൈക്കോളജിസ്റ്റുകൾ ഡയഗ്നോസ് ചെയ്യാൻ പാടുണ്ടോ, അതേപോലെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ എന്ന കാര്യത്തിലൊന്നും RCIക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധിക്കില്ല. അങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരുപാട് രസങ്ങളുണ്ട്. പ്രത്യേകിച്ച് ജോർജ് മാത്യു സാറാണ് ഒരുപാട് ടെസ്റ്റുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ആ ടെസ്റ്റ് നടത്തിയ ജോർജ് മാത്യു സാറിന് MPhil ഒന്നുമില്ല, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അതായത് ഈ ടെസ്റ്റുകൾ കണ്ടെത്തിയ ആൾക്ക് തന്നെ ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അത് മാത്രമല്ല, മിക്ക കോളേജുകളിലും PG പഠിപ്പിക്കുന്ന കോളേജുകളൊക്കെ ഡയഗ്നോസ്റ്റിക്കും പഠിപ്പിക്കുന്നുണ്ട്, ടെസ്റ്റിങ്ങും പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നിയമവിരുദ്ധമാണ് ചെയ്യുന്നതെന്ന് പറയും. പ്രത്യേകിച്ച് നിങ്ങൾ ഡിഗ്രി PG ലെവലിൽ തന്നെ ഡയഗ്നോസ്റ്റിക് വൃത്തിക്ക് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറയേണ്ടി വരും.
മാത്രവുമല്ല APA അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ, അതേപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ DSM അതേപോലെ ICD ഇതൊന്നും RCAൻ്റെ അണ്ടറിലുള്ളവരല്ല, ഇന്ത്യക്ക് പുറത്തുള്ള ബോഡികളാണ്. അവരൊന്നും നിയന്ത്രിക്കാനോ അവരൊന്നും കൺട്രോൾ ചെയ്യാനോ അവർ കൊണ്ടുവന്ന കാര്യം നമ്മൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാനൊന്നും നിലവിൽ RCAക്ക് അധികാരമില്ല. അത് ഇന്ത്യൻ ഗവൺമെൻറ് മെൻ്റൽ ഹെൽത്ത് അലൈഡ് ബില്ലിൻ്റെ ഭാഗമായിട്ട് അതിലാണ് സൈക്കോളജിസ്റ്റുകളെ പെടുത്തിയിട്ടുള്ളത്. സൈക്കോളജിസ്റ്റുകൾക്ക് ഒരു ബോഡി വരുമ്പോൾ അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് കൃത്യമായ റൂൾസ് വരുമെന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. ഇതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിലോ നിങ്ങൾക്ക് ഇതുവരെ കേട്ട കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചേർത്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ കൃത്യമായ ഉത്തരം നൽകാം. ഒന്നും കൂടി പറയാണ്, PG റെഗുലറായിട്ട് പൂർത്തീകരിച്ചവർക്ക് നിലവിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് തടയുന്ന ഒരു സംവിധാനവും ഇല്ല. അവർക്ക് ഡയഗ്നോസ് ചെയ്യാനോ ടെസ്റ്റ് ചെയ്യാനോ ആരെയും കാത്തു നിൽക്കേണ്ടതോ ആരും തടയിടുന്ന അവസ്ഥയോ ഇല്ല. ഇത് പ്രത്യേകം ഓർക്കുക. വീണ്ടും കാണാം. നന്ദി.